الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അതിലേറെ ശ്രേഷ്ഠമായ ഒരു നിഅമത്താണ് സംസാരിക്കുവാനുള്ള കഴിവ് നൽകി എന്നുള്ളത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, വലിസാനൻ ഒരു നാവും, വശഫത്തൈനി രണ്ട് ചുണ്ടുകളും. ആശയവിനിമയം നടത്താൻ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളുമായി ഷെയർ ചെയ്യാൻ, അതിന് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അല്ലമഹുൽ ബയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ നാം വിനിയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. ഏതൊരാൾ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ കൊണ്ടും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ കൊണ്ടും എനിക്ക് ഗ്യാരണ്ടി നൽകിയാൽ, ജാമ്യം നൽകിയാൽ, അദ്മനു ലഹുൽ ജന്ന, അവന് സ്വർഗം ഞാൻ ഉറപ്പു നൽകാമെന്ന്. അതിലൊന്ന് നാവാണ്. ഒരാൾക്ക് തൻ്റെ നാവെന്ന അനുഗ്രഹം കൊണ്ട് മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. അതേ നാവ് കൊണ്ട് തന്നെ പിശാചിനേക്കാൾ അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് എത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയ ഈ നിഅമത്തിനെ അള്ളാഹ് തൃപ്തിപ്പെടുന്ന മാർഗത്തിലാണോ നമ്മൾ വിനിയോഗിക്കുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖൈറായത് ചൊല്ലട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എത്രയെത്ര സമൂഹങ്ങളാണ് വലിയ ഫിത്നകൾക്ക് കാരണമായത് ഒരു ചെറിയ സംസാരം കൊണ്ട്. അതുപോലെ തന്നെ എത്രയെത്ര നന്മകളാണ്, വലിയ ഖൈറുകളാണ് ചെറിയ സംസാരങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കേണ്ടത്, എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു സംസാരം കൊണ്ട് ഒരാൾക്കും തന്നെ ഒരു പ്രയാസം ഉണ്ടാവരുത്, ഒരാളുടെ മനസ്സിനും വേദനയുണ്ടാക്കുന്ന, ഹേർട്ടാവുന്ന ഒരവസ്ഥയുണ്ടാവരുത് എന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു യഥാർത്ഥ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാൾ എപ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആകുന്നത്? മറ്റുള്ള ആളുകളെല്ലാം നമ്മുടെ കൈകളിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും സുരക്ഷിതരാവണം, അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഒരിക്കലും തന്നെ നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ള ആളുകൾക്കൊരു ഉപദ്രവം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അഅ്ളാ കുല്ലുഹ. പ്രഭാതത്തിലായാൽ മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ ഓർഗൻസ്, അവയവങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കും, കുല്ലുഹ തുകഫിറുൽ ലിസാൻ തഖൂലു ഇത്തഖില്ലാഹ ഫീന. എല്ലാ അവയവങ്ങളും നാവിനോടാണ് ചൊല്ലുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഞങ്ങളുടെ വിഷയത്തിൽ. ഫഇന്നമാ നഹ്നു ബിക. വേറുള്ള കയ്യും കാലൊക്കെ നിൽക്കുന്നത് ഈ നാവിൻ്റെ കീഴിലാണ്. ഫൈനിസ്തഖംത ഇസ്തഖംന. നാവ് നേരെ നിന്നാൽ ബാക്കിയുള്ള അവയവങ്ങൾക്ക് നേരെ നിൽക്കാൻ സാധിക്കും. അത് തെറ്റിപ്പോയാൽ ബാക്കിയുള്ള അവയവങ്ങൾക്കും തെറ്റിപ്പോകുന്നതാണ് എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഏറ്റവും ശരിയായ നല്ല വാക്കുകൾ ചൊല്ലുക. വഖൂലു ഖൗലൻ സദീദ എന്നാണ്, സത്യസന്ധമായ വാക്ക് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു
ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല അവൻ്റെ ഖൽബ് ശരിയാവുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവൻ്റെ ഖൽബ് ശരിയാവണമെങ്കിൽ അവൻ്റെ നാവ് ശരിയാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവ് അത് അപകടം പിടിച്ച ഒന്നാണ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അത് നാവാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി വഅമൂദിഹി വദിർവതി സനാമിഹി. നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ കാര്യങ്ങളുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം റഅസുൽ അംരി അൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ കാര്യങ്ങളുടെ ഒരു ഹെഡ് എന്നത് ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാഹ്, അതിൻ്റെ പില്ലേഴ്സ് അത് നിസ്കാരമാണ്. വദിർവതു സനാമിഹി അൽ ജിഹാദ്, കാര്യങ്ങളിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് ജിഹാദാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലാ ഉഖ്ബിറുക ബിമലാക്കി ദാലിക കുല്ലിഹി, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അടക്കി പിടിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയിച്ചു തരട്ടെയോ എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തത് കുഫ അലൈക ബിഹാദ ഫഅഖദ ബിലിസാനി, നാവിനെ പിടിച്ച് ഇതിനെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ സ്വഹാബത്ത് കേട്ടു, യാ റസൂലല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നാവിനെ പിടിച്ചു വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കണ്ടയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട്, സകിലക്തുക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബു നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ജനങ്ങളിൽ അധികം ആളുകളും മുഖം കുത്തി നരകത്തിൽ വീഴാൻ കാരണമാകുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, നരകത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് അത് നാവാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടപെടുന്നതായ വിഷയങ്ങളിൽ, നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ പോയി തലയിടേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല. ഖുർആൻ അതാണ് പഠിപ്പിച്ചത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൻ്റെ പിന്നാലെ നീ പോവേണ്ടതില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിശ്ചയമായും നീ കേൾക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ നീ കാണുന്ന വിഷയങ്ങൾ, നീ ചിന്തിക്കുന്ന വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിന്നോട് ക്വസ്റ്റ്യൻ കേൾക്കുന്നതാണ്, ചോദ്യം ചോദിക്കുന്നതാണ്. നീ എന്ത് കണ്ടു, നീ എന്ത് കേട്ടു, നീ എന്താണ് സംസാരിച്ചത്, എന്ത് ചിന്തിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ ഈ നാവിനെ അള്ളാഹു തൃപ്തിപ്പെടുന്നതായ വാക്കുകൾ കൊണ്ട്, അള്ളാഹു തൃപ്തിപ്പെടുന്നതായ കെലിമത്തുകൾ കൊണ്ട് നന്നാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫിഹാ യസില്ലു ബിഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഒരു മനുഷ്യൻ ഒരു സംസാരം സംസാരിക്കുന്നു, അതിൽ നിന്ന് വ്യക്തമാണ് നരകത്തിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നതും, അതുപോലെ തന്നെ മശ്രിഖും മഗ്രിബും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വിദൂരമാക്കുന്നതുമായ കാര്യങ്ങൾ അതിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാണോ ഷർറാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ വൈന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരുണ്ട്, അവർ നിങ്ങളുടെ സംസാരങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ എന്തൊരു വേർഡ് ഉച്ചരിക്കുന്നുണ്ടോ ചൊല്ലുന്നുണ്ടോ അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ രേഖപ്പെടുത്തുന്നതുമായ മലക്കുകളുണ്ട് എന്നാണ്. അതാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം. വലിയൊരു അഡ്വൈസാണത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, എന്താണ് രക്ഷയുടെ മാർഗം, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക, നാവിനെ സംരക്ഷിക്കുക. അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ പിടിച്ചു വെക്കുക. വല്യസഅക ബൈതുക്, നിന്റെ വീട് വിശാലമാക്കുക. വബ്കി അലാ ഖതിഅതിക, നിന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. 3 കാര്യങ്ങൾ. ഒന്ന്, അംസിക് അലൈക ലിസാനക്, നാവിനെ പിടിച്ചു വെക്കുക. നാവ് കൊണ്ടാണ് സഹോദരങ്ങളെ വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കലിമത്തുകൾ എത്രയോ ഉണ്ട്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ആ ഒരു ദിക്ർ നാവിന് ഏറെ എളുപ്പമുള്ളതും അതുപോലെ തന്നെ നാളെ തുലാസിൽ മീസാനിൽ കനം തൂങ്ങുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുമായ 2 കലിമത്തുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതെത്രയും നമുക്ക് ചൊല്ലാവുന്നതാണ്, ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. നാളെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു വലിയ അമലായിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന. അതുകൊണ്ട് നാവ് കൊണ്ടും കൽബ് കൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന
കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നാവ് കൊണ്ട് വരുന്നതായ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളുകൾക്കും ജനങ്ങൾക്കും നമ്മുടെ നാവുകൾ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ലാത്ത രൂപത്തിൽ നന്മകൾ, ഒരു വാക്കുകൊണ്ട് എത്രയോ വലിയ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കാനും ഒക്കെ ആ നിലക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ നമ്മുടെ സംസാരം ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.